നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് 2025 ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 2-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 25-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ രാവിലെ 6:17 ചൊവ്വാഴ്ച രാവിലെ 6:17 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകരങ്ങളുമായിട്ട് ഉദിച്ചു വരുന്നത്. തുടർന്ന് ദ്വിതീയ തിഥിയിൽ കൂടിയാണ് ഈ യാത്ര തുടരുക. ദ്വിതീയ തിഥി ചൊവ്വാഴ്ച ദിവസം രാവിലെ 10:55 വരെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നീട് തൃതീയ തിഥിയാണ് ആരംഭിക്കുക. തൃതീയ തിഥിയിൽ കൂടി യാത്ര ചെയ്താണ് സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ വൈകുന്നേരം 6:28 എത്തിച്ചേർന്ന് അസ്തമിക്കുന്നത്. തുടർന്ന് ചന്ദ്രദേവൻ നിലവുള്ള ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം നമുക്ക് അനുഭവപ്പെടുന്നു. ചൊവ്വാഴ്ച ദിവസം സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നിരുന്ന നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച 00:15 AM എന്ന് പറഞ്ഞ സമയത്താണ്. അതായത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 12:15 അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ദിവസത്തെ സമയം വെച്ച് പറഞ്ഞാൽ 00:15 AM അല്ലെങ്കിൽ 15 AM എന്ന് പറഞ്ഞ സമയത്താണ് ഈ വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത്. വിശാഖ നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ 3:12 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കുറിലാണ്. പിന്നീട് അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കുറിലുമായിട്ട് വരും. അപ്പോൾ 3 പാദത്തിൻ്റെ സമയം പറഞ്ഞു തരാം. 3 പാദ സമയം എന്ന് പറയുന്നത് വൃശ്ചികക്കുറിൽപ്പെട്ട അവസാന പാദത്തിൻ്റെ സമയമല്ല, ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കുറിൽപ്പെട്ട ആദ്യത്തെ 3 പാദങ്ങളുടെ സമയം. അതായത് വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ആരംഭിക്കുന്ന സമയം 15 AM എന്നുള്ള സമയത്താണല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം 6:15 സമയം വരെ ഉണ്ട് വിശാഖം 3/4 നക്ഷത്ര സമയം. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖം 3/4 നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നീട് നക്ഷത്രം തീരുന്ന സമയം വരെയും വിശാഖം 1/4 വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം 1/4 നക്ഷത്ര ജാതകരുടെ സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വിശാഖ നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ഈ അനുകൂലമായ അനുഭവങ്ങൾ കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൊവ്വാഴ്ച ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുകൂലമായ ദിവസമാണെങ്കിൽ നമുക്കൊരു വിശ്വാസം വരും. ഞാൻ ഇന്ന് ആ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് വിജയിക്കും, അല്ലെങ്കിൽ എനിക്കൊരു നേട്ടം ഉണ്ടാകും. ആ ഒരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ മടി കാണിക്കാതെ, ഒരു അലസത കാണിക്കാതെ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ആ കാര്യം നേടിയെടുക്കുമ്പോൾ, അങ്ങനെ അനുകൂലമായ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുമ്പോൾ ജീവിത വിജയം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രതികൂലത്തെ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, പ്രതികൂലങ്ങളിൽ കൂടിയാണ് മനുഷ്യജീവിതം തകർന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, പ്രതികൂലമായ നക്ഷത്ര ദിവസമാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ജീവിത വിജയം ഉണ്ടാകും. നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെടാതെ നോക്കുക. പ്രശ്നങ്ങളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അവിടെ നശിക്കുകയാണ്, നമ്മുടെ ജീവിതം നശിക്കുകയാണ്, നമ്മുടെ കുടുംബം നശിക്കുകയാണ്. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കളടങ്ങുന്ന, മാതാപിതാക്കളടങ്ങുന്ന ഒരു സംവിധാനം നശിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നാശത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത് അനുകൂലമായ ദിവസവും പ്രതികൂലമായ ദിവസവും ഒക്കെ ഓരോ ദിവസവും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ, ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ വിജയം കൈവരിക്കാൻ പറ്റും ഈ നാളുകാർക്ക്. അതാണ് അനുകൂലം. അപ്പോൾ ചതയം, പൂരുട്ടാതി, അത്തം, പൂരം, പുണർതം, പൂയം, ചോതി എന്നീ നാളുകാർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ ഇറങ്ങിത്തിരിച്ചാൽ ആ ഒരു കാര്യത്തിനകത്ത് പൂർണ്ണമായിട്ടും വിജയം കണ്ടെത്തിയില്ലെങ്കിലും അവിടെ ഒരു അനുഭാവം സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ ഏകദേശം ഒരു പിന്തുണ ലഭിക്കുവാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഒരു 80% ചെയ്തു വെക്കുവാൻ കഴിയും. അതാണ് അതിൻ്റെ നേട്ടം. ബാക്കി തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ജീവിത വിജയം ഉണ്ടാകുന്നു. അനുകൂലമായ ദിവസങ്ങളിലാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. പലരും പലവിധമായ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അനുകൂലമായ ദിവസത്തിലായിരിക്കും മറ്റൊരാൾ ഒരു ആശ്വാസവാക്ക് പറയാനെത്തുന്നത്. അപ്പോൾ അവർ ചിന്തിക്കും, ഇത്രയും ദിവസമായിട്ട് എന്നോടൊരു ആശ്വാസവാക്ക് പറയാൻ പോലും ആരും വന്നിട്ടില്ല, ഇന്നാണ് ഒരാൾ വന്നതെന്ന് പറയും. അനുകൂലമായൊരു ദിവസത്തിലായിരിക്കും ആ വ്യക്തി കടന്നു വരിക. ഇതൊക്കെയാണ് അനുകൂലത്തിൻ്റെ നേട്ടം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ചതയം, പൂരുട്ടാതി, അത്തം, പൂരം, പുണർതം, പൂയം, ചോതി എന്നീ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്
ഉത്രം, ചിത്തിര, മകം ഈ 3 നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം വന്നു ചേരാൻ ഏതെങ്കിലും വിധത്തിലൊക്കെ ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്രകാരം പ്രതിസന്ധികളിലൊക്കെ പെടാതെ പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും, കോപം വരും. അപ്പോൾ ആ കോപത്തിൻ്റെ പുറത്ത് പറയുന്ന വാക്കുകൾ പിന്നെ വലിയൊരു ശത്രുതയിൽ എത്തിച്ചേർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മതയോടും സൗമ്യതയോടും കൂടിയൊക്കെ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഈ ഒരു അറിവാണ് ഈ പ്രതികൂലമായ ദിവസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ പ്രതികൂലങ്ങളൊക്കെ കയറി വരും. അങ്ങനെയാണ് ഈ സമൂഹം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഈ നാളുകാർ ഏതൊക്കെ നാളുകാരാണ്? ഉത്രം, ചിത്തിര, മക എന്നീ 3 നാളുകാർ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചൊവ്വാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. കാരണം ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നൊരു ശുഭദിനമല്ല. അപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ ഇപ്പോൾ കർക്കിടകം രാശിയിൽ നീചനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ ഒരു കാര്യമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:48 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 3:18 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അവിടെ വിജയമുണ്ടാകും, തീർച്ചയായിട്ടും വിജയമുണ്ടാകും. അപ്പോൾ ജ്യോതിഷം ഇങ്ങനെയൊക്കെയാണ് ഓരോ സമയങ്ങളൊക്കെ ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ചില ദിവസം ഗ്രഹങ്ങൾ മൗഢ്യത്തിലായിരിക്കും, നീചത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ ഈ അവസ്ഥ, അതായത് ഒരു കാര്യം ചെയ്യുവാൻ ശുഭസമയം ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട്. അപ്രകാരമാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 15 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. 1 + 5 = 6. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കണമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കടുനീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങളെ ആശ്രയിച്ചാൽ, വസ്ത്രങ്ങൾ ധരിച്ചാൽ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ U, V, W എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഉത്തമമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശവാദം ഉന്നയിക്കുന്നു. അത് ശ്രദ്ധയോടുകൂടി കേട്ട് അതിൽ വിശ്വസിക്കുന്നവർ ഫോളോ ചെയ്യുക. ഇനി എൻ്റേതായിട്ടുള്ള റിക്വസ്റ്റ് അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ട് കഴിവതും ഈ വീഡിയോ കണ്ട് സഹായിക്കുക. ഓക്കെ, നമുക്ക് 2 പേർക്കും നേട്ടമായിരിക്കും. ഇനി പറയുന്നൊരു കാര്യം, ചൊവ്വാഴ്ച ദിവസം ധനപരമായ നേട്ടം. എല്ലാ ദിവസവും എല്ലാവർക്കും ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല. ചില നാളുകാർക്കൊക്കെ ആയിരിക്കും ധനപരമായ നേട്ടം. ഇന്നത്തെ ദിവസം 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ വിഷമിച്ചൊരു വ്യക്തിക്ക് നാളെ ആയിരിക്കും ചിലപ്പോൾ ധനം വന്നു ചേരുക. അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും തരാമെന്ന് നമ്മളോട് മേടിച്ച നമ്മൾ കൊടുത്ത പണം തിരികെ തരാമെന്ന് പറഞ്ഞു, പക്ഷേ ഇന്നത്തെ ദിവസം കിട്ടണമെന്നില്ല. നമുക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ആ ധനം വന്നു ചേരുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നീ വാക്ക് പാലിച്ചില്ല, നീ തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്നും പറഞ്ഞൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കും. പക്ഷെങ്കിൽ നമുക്ക് ധനം വന്നു ചേരാനുള്ള ഒരു സമയമായാൽ മാത്രമേ ആ വ്യക്തി തിരിച്ചു തരത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. പക്ഷേ അതറിയാതെ നമ്മൾ പലപ്പോഴും നീ മേടിച്ചുകൊണ്ട് പോയി, നീ വാക്ക് പറഞ്ഞു, നീ ഇന്ന മണിക്ക് ഇന്ന ദിവസം ഇത്ര മണിക്ക് തരാമെന്ന് പറഞ്ഞു, തന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെങ്കിൽ ധനം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സമയമാകുമ്പോഴേ ആ വ്യക്തിയുടെ കയ്യിൽ ധനം ഉണ്ടാകുകയുള്ളൂ, ആ വ്യക്തി നമുക്ക് തിരിച്ചു തരികയുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇടപാടുകളൊക്കെ. അപ്പോൾ ധനപരമായ നേട്ടം ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ ചോതി, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം. ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ജ്യോതിഷം പറയുന്നതാണ്, ഇങ്ങനെ പറയുന്നു. ചൊവ്വാഴ്ച ദിവസം ചോതി, തിരുവോണം, പൊരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം എന്നീ നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിക്കാനും കൊടുക്കാനും ഒക്കെ അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് അതിൻ്റേതായ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുക. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്ക് യോഗമുണ്ടെന്ന് വിചാരിക്കുക.
കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ തേടി ഭാഗ്യവശാൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് വിശ്വസിക്കുക. കന്നിക്കുറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് ധനഭാവം പുഷ്ടിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുംഭക്കൂറുകാർക്ക് ഭാഗ്യവശാൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി പറയുന്നത് മറ്റ് നേട്ടങ്ങളെക്കുറിച്ചാണ്. അതായത് നക്ഷത്രഫലം പറയുന്നതിന് പകരമായിട്ട് ചുരുക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. 2 വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് സമയക്കുറവ് മൂലം ഒരു വീഡിയോ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇപ്പം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഒരു നേട്ടമുള്ള ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അവരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം വളരെ ശോഭനമായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും പിണങ്ങുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളാലുള്ള വിരോധം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യവും ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ഭാഗ്യാനുഭവങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് ചന്ദ്രൻ 6-ൽ നിൽക്കുന്നൊരു ദിവസമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും. രോഗം, ശത്രുത, കടബാധ്യതകളെല്ലാം വലിയ പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടാതെ ഒരു സാധാരണ ജീവിതമായിട്ട് കടന്നു പോകുമെന്നുള്ളതാണ് അവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. പെൺമക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും ഉള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അവർക്ക് നേട്ടം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് സത്യസന്ധതയോടുകൂടി ജീവിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാകും. ദൈവവിശ്വാസം വർദ്ധിക്കുകയും ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാനും സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുടെ ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഒരുപക്ഷെ ഇവർക്ക് നേട്ടമായി വന്നു ചേരും. ചിലപ്പോൾ ഇവർക്ക് കോട്ടമായിട്ട്, അല്ലെങ്കിൽ ചിലരുടെ സ്ത്രീകളായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് അഷ്ടമത്തിൽ സൂര്യൻ വന്നു ചേർന്നത് കൊണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും അവർ അറിവുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. പലർക്കും വിദേശവാസത്തിനുള്ള സമയമായിട്ടുണ്ട്. വിദേശത്ത് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നു. എന്നാൽ അതിയായി വിശ്വസിക്കുന്നവരിൽ തിക്താനുഭവങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അതിയായി വിശ്വസിക്കുന്നവരിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മേലധികാരികളുടെ ഭാഗത്തു നിന്നും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. എല്ലാവിധമായ സൗഭാഗ്യമായ അനുഭവങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് തുലാക്കൂറുകാരുടെ പ്രത്യേകത. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്കാണ് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ, രോഗത്താലോ മറ്റു പ്രയാസങ്ങളാലോ മാതാവിന് അരിഷ്ടതയാലോ ഒക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങളുമായിട്ട് ചൊവ്വാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നൊരു ദിവസമാണെന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട മകരക്കൂർ എന്ന് പറഞ്ഞാൽ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യം അവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഭാഗ്യമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ, ധനനേട്ടം വരെ ഉണ്ടാകും. ഭാഗ്യം കൊണ്ട് ധനനേട്ടം വരെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
ഇനിയും മീനക്കൂറാണ്. മീനക്കൂർപ്പെട്ട പുരുട്ടാതികാൽ ഉത്രട്ടാതി നാളുകാർക്ക് മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തലവേദന, തലചുറ്റൽ, അല്ലെങ്കിൽ BP കൂടുക, ഷുഗർ കൂടുക, കുഴഞ്ഞു വീഴുക, അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇതൊന്നും വന്നില്ലെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ തെറ്റായി പോകുന്നൊന്നും പറയണ്ട. കാരണം ഓരോരുത്തരുടെ ദശാകാലവും മറ്റു കാര്യങ്ങളുമൊക്കെ അനുസരിച്ചൊക്കെ ആയിരിക്കും ഫലങ്ങളൊക്കെ അനുഭവപ്പെടുക. ഞാനീ പറയുന്നത് 100% നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും വന്നു ചേരത്തില്ല. കാരണം ഇത് പൊതുവായിട്ട് പറയുന്ന ഒരു നക്ഷത്രഫലമാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കുക. ഏകദേശം ഒരു 50-60% ഒക്കെ ശരിയാകും. അതിൽ കൂടുതലൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ എങ്കിലും 50-60% നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് 50%, 60% ഒക്കെ അറിവെന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞു തരുന്നത്. പൂർണ്ണമായിട്ട് 100% ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, ഇത് കേൾക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഭവിക്കും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ദശാകാലത്തിൻ്റെ നേട്ടം അല്ലെങ്കിൽ അപകാര സമയത്തിൻ്റെ നേട്ടം കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദോഷവും വന്നു ചേർന്നില്ല എങ്കിൽ പോലും അങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തി പറയും ഞാൻ ഈ പറയുന്നതെല്ലാം പൊട്ടത്തരമാണെന്നൊക്കെ പറഞ്ഞിരിക്കും. മനുഷ്യൻ അങ്ങനെ ആണ്, അതൊക്കെ ചിന്തിക്കാതെ പറയുന്നതുകൊണ്ടാണ്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ഞാൻ മഹാദേവനോട് നിത്യവും പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.